സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വയറുവേദന ഉണ്ടാവും. അപ്പോൾ അവർ വയറുവേദന വന്നതിന് ശേഷം പിന്നെ അവർ സ്കൂളിൽ പോവില്ല. പിന്നെ കുറച്ച് കുറേ കുട്ടികൾക്ക് ഈ വയറുവേദനയുടെ പ്രശ്നം ഉണ്ടാവും. കുട്ടികൾ സ്കൂളിൽ പോവാതിരിക്കാൻ ആദ്യം പറയുന്ന റീസൺ വയറുവേദന. അതുകൊണ്ട് പേരൻസ് അധികവും അത് നെഗ്ലക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട് കുട്ടികളുടെ വയറുവേദന. പക്ഷേ കുറച്ച് കുട്ടികൾക്ക് നല്ല സീരിയസ് പ്രോബ്ലം ഉണ്ടാവും വയറിന്റെ ഉള്ളിൽ. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യണം. അത് ഡയഗ്നോസ് ചെയ്യുന്നത് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്. ഓക്കെ. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഈ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവാൻ കാരണം? മോസ്റ്റ് കോമൺ ഇൻഫെക്ഷൻ കൊണ്ട് വരും. കുടൽ ഇൻഫെക്ഷൻ കൊണ്ട് വയറുവേദന ഉണ്ടാവും. അപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു കായില ഉണ്ടാവും. ലിംഫ് നോട്ട്സ് അങ്ങനെ പറയുന്നത്. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വയറുള്ളിലെ ലിംഫ് നോട്ട്സ് നമുക്ക് മനസ്സിലാവും അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ. പിന്നെ കുറച്ച് കുട്ടികൾക്ക് ഈ ഗേർഡ് ഉണ്ടാവും, ഗാസ്ട്രോഎസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്, GERD. അപ്പോൾ അങ്ങനത്തെ കുട്ടികളും പിന്നെ വയറിന്റെ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും. അവർക്കാണ് കുട്ടികൾ അധികം കണ്ടിട്ടുള്ളത്. അവർ വയറുവേദന എന്ന് പറയും. അപ്പം ടോയ്ലറ്റിൽ പോയി വന്നാൽ ആ വയറുവേദന ഓക്കെ ആവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഇൻഫെക്ഷൻ ഉണ്ട്, കുടൽ ഇൻഫെക്ഷൻ ഉണ്ട്. കുടൽ ഇൻഫെക്ഷൻ കൊണ്ട് ഈ കുടലിന്റെ ഇറിറ്റേഷൻ ആവും. കുടലിന്റെ ഇറിറ്റേഷൻ ആയി കഴിഞ്ഞാൽ വയറുവേദന വരും. പിന്നെ അത് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ അവർ they will feel better.